പനീർ വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഗീ റൈസിന്റെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ഇതിന് നമ്മൾ പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഒന്ന് പുരട്ടിയിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് വേറെ ഒന്നിനും അല്ല, ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. ചിലപ്പോൾ കറിയിലിട്ട അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജിഞ്ചർ ഇട്ടിട്ടില്ല, വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാള ഒരു സ്ക്വയറായിട്ട് മുറിച്ചതാണ് കേട്ടോ, ഇത് സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്താണ്. അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ ഭയങ്കരമായിട്ട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പം ഞാൻ ആ പാൻ മാറ്റിയത് എനിക്കതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ വേറെ മസാലകളൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. അതൊന്ന് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 1 ടീസ്പൂൺ നമ്മുടെ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചത് വേറെ ഒന്നുമല്ല, ഞാൻ കുറേശ്ശെയാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ മതിയാകും സോയ സോസ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പനീറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാനത് വീഡിയോ ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം മറക്കാതെ എല്ലാവരും കമൻ്റ് എല്ലാം ഇടണം. അപ്പം നമ്മളിതേ പനീറൊക്കെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൽ കോൺഫ്ലോർ ഒന്നും ഇടുന്നില്ല, നമ്മളുടെ വെള്ളം മാത്രം, അത് നല്ലൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. അതിലേക്ക് പനീറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയണ വെള്ളത്തിൻ്റെ ഇത് മാറി അതൊരു ഗ്രേവി പോലെ ആവും. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.